welcome back to my YouTube channel. ഇന്ന് 12/11/2024. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 12/12/2024 ആഫ്റ്റർ 1 month. കറക്റ്റ് ഒരു മാസത്തിൻ്റെ വ്യത്യാസം തന്നെ. എഡിറ്റ് ചെയ്യാൻ കുത്തിട്ട് മടി പിടിച്ചതിനെ കൊണ്ടാണ്. എന്തായാലും എല്ലാവരും പോയി വീഡിയോ കണ്ടു. ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനിപ്പം ലുലു മാളിൻ്റെ വാഷ്റൂമിലാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് വരുന്നതിന് മുന്നിട്ട് സമയമില്ലെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എടിപിടിയിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കേണ്ട അവസ്ഥ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല സ്ഥലത്ത് അടയും ഇവിടെയൊക്കെ പോയിട്ട്, പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാനിങ്ങനെ ചിന്തിക്കുക, ഇനിയിപ്പോൾ ബർത്ത്ഡേ വ്ലോഗ് ഇടണോ അല്ലെ വേണ്ടാന്ന് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വരെ പോയിട്ട്, പക്ഷെ എന്തായാലും ഇടാമെന്നുള്ളത് കുറച്ചായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻട്രോ ഇവിടെ നിന്നിട്ട് തന്നെ എടുക്കുക. ഒരു ലൈറ്റുള്ള എടുക്കണമല്ലോ. ഇവർ തുടയ്ക്കുന്നതാണ് തോന്നുന്നു. ഞാൻ ഒരു ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇവിടെ പുറത്തൊക്കെ ആണെങ്കിൽ ക്രൗഡ് നിറച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തൊന്നും എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വാഷ്റൂമിൽ വന്നിട്ട് എടുക്കാമെന്ന്. വാഷ്റൂമിൽ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് വ്ലോഗ് എടുക്കുന്നത്. ഇന്നത്തെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ബർത്ത്ഡേ ഡ്രസ്സ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതെൻ്റെ വാപ്പച്ചിൻ്റെ ഷർട്ടാണ്. അത് ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്തതാണ്. അപ്പം എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തൊക്കെ നടപടിക്ക് ഇന്ന് നമ്മൾ ഒരു രാവിലെ 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ പുരയെന്ന് ഇറങ്ങി അവിടെ ഇടയ്ക്കൊക്കെയോ പോയിക്ക്. പക്ഷേ എങ്കിൽ എന്താ ചെയ്യുന്നെങ്കിൽ എനിക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. എവിടുന്ന് എനിക്ക് കൈയടയുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഔട്ട്ഫിറ്റ് വരുന്നതും സൗണ്ട് കേൾക്കുമെങ്കിൽ അറിയാം. എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടോ. അതായത് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോകാനാണെങ്കിൽ അടുത്താൽ വരും. എനിക്കൊന്നും അറിയില്ല. ഇത് മലയാളി സല്ലാതെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ എന്ത് പൊട്ടക്കളികളും കഴിക്കും. ഇതിനാണെങ്കിൽ ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ ഫുള്ളും മലയാളി സല്ല. അങ്ങനെ കുറച്ച് ഫ്രസ്ട്രേറ്റഡാണ്. എനിക്കറിയില്ല ഇന്നത്തെ ബർത്ത്ഡേ എന്താകുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഫ്രണ്ട്സ് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ട് ചെറുങ്ങനെ കേക്ക് കട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് അല്ലാണ്ടുള്ള വീഡിയോസ് ഞാൻ ഓരോ സ്ഥലത്ത് പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടതൊക്കെ അല്ലാണ്ട് ചെറിയ ക്ലിപ്പാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് എന്തൊക്കെയൊക്കെയോ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വരുന്നില്ല. ഇനി ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടാവില്ല. ഫ്രണ്ട്സിൻ്റെ പി ജി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിൽക്കാണ്. ആദ്യം എൻ്റെ അടുത്ത് വിളിച്ച ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിൽക്കുക. അങ്ങനെ ഞങ്ങൾക്ക് പ്ലാൻ ഇട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടിയൊന്നുമല്ല, വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു കേക്ക് കട്ടിങ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. എനിക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കോഴിക്കോടിലെ വലിയ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. പിന്നെ ബാംഗ്ലൂരുള്ളതാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരുള്ളതിൽ പോയി ആർമി എന്തെങ്കിലും ചളകളികളൊക്കെ കളിച്ചതിനെ കൊണ്ട് എനിക്ക് എന്താ ഇവിടെ ആരാണെങ്കിലും മലയാളീസ് അല്ലാതെ ഉണ്ടാകും. അത് തീരെ മലയാളീസ് നല്ല അധികം മലയാളീസ് കുറവല്ലേ. ഇവിടെ ആണെങ്കിൽ എനിക്ക് ഒരു നല്ല സ്പോട്ട് പോലും കിട്ടുന്നില്ല. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ഒരു ധൈര്യം വരുന്നില്ല. കാരണം ഇവിടെ ഫുൾ മലയാളീസാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ഒരു വീഡിയോ എടുക്കാൻ നോക്കാനൊന്നും പറ്റുന്നില്ല. എന്താ എനിക്ക് തന്നെ ഒരു എന്നുള്ളൊരിത് വരുന്നത് എന്താ അറിയില്ല. എൻ്റെ ഫേവറേറ്റാണ് ഈ ടൊബ്ലറോണ്.
അപ്പോൾ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം ഇറങ്ങാൻ വേണ്ടി പോകാമെന്ന്. ഇരുണ്ടിച്ച പോലെ ഉണ്ട്, അതുപോലെ തന്നെ ഇരുണ്ടിക്കാണുള്ളത് എന്നൊക്കെ കൂടി എന്തോ ആയിരിക്കും. ഓക്കെ, നീ എന്താ നടക്കുന്ന. അപ്പൊ നമ്മളെ തെമീമിനെയും കൈലാസിനെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? നിങ്ങളെന്താ വിശ്വസ് പറയാത്ത? വിശ്വസ് പറയാത്ത എന്താ വീഡിയോ? ഗായ്സ്, ഇതാണ് നമ്മുടെ ലുത്തു. ലുത്തു ഞാക്കുള്ള ചായ ഉണ്ടാക്കാണ്. ഇവന്റെ ഇവിടുത്തെ അടിപൊളി ചായ ആണെന്നാണ് പറയുന്നത് കേട്ടത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. Many happy returns of the day, Patu. Live long, stay blessed. Thank you. Amana, wish you birthday. Happy birthday. Thank you. ഇവര് ട്വിൻസ് ആയിട്ട് വന്നതാണ് ഗൈസ്. രണ്ടാളും വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട്. ഞാൻ പരിപാടിക്ക് വരുമ്പോ നമ്മള് വീട്ടില് വരണം. ആരെങ്കിലും ചോദിക്കട്ടെ കമ്മിറ്റഡ് ആണോ? എല്ലാന്ന് പറഞ്ഞാൽ നീ ആള് ഞാൻ വിചാരിച്ച പോലെയല്ല, ഭയങ്കര ബുദ്ധിയില്ലാത്തവനാ. ഗായ്സ്, പപ്പി നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പപ്പീൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, നമ്മൾ പിന്നെ പറയും. അപ്പോൾ പാപ്പി സ്പീഡിൽ നടന്നു വരുന്നുണ്ട്. പപ്പി എന്താണ് പറയാനുള്ളത്? അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നഫ്ല. ഗൈസ്, അപ്പോൾ പപ്പി വന്നിട്ടുണ്ട്. എന്താണ് പപ്പി പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. ഗൈസ്, പപ്പിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അതായത് 12-ന് എൻ്റെ ബർത്ത്ഡേ, 13-ന് ബർത്ത്ഡേ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. പപ്പി, നിനക്ക് നമ്മളെ ബാംഗ്ലൂരത്തെ ലൈഫിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറി, അതായത് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ആയില്ലേ? ഇപ്പൊ പപ്പി കോഴിക്കോടേക്ക് വന്ന് ഇവിടെ പഠിത്തം തുടങ്ങി. അപ്പോൾ ബാംഗ്ലൂരത്തെ ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ബാംഗ്ലൂർ നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന കാലം മിസ് ചെയ്യുന്നുണ്ടോ? എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? നല്ലോണം മിസ്സാവുന്നുണ്ട്, നല്ലോണം മിസ്സാവുന്നുണ്ട്. അതിനെന്തിനാ കരയുന്നേ? മിസ്സാവുന്ന എപ്പോഴാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് പുതിയ ആൾക്കാരാണ്, അവരായിട്ട് സെറ്റായി വരുന്നു, പരിചയപ്പെട്ട് വരുന്നു. വേറെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നമ്മളിപ്പം. അതങ്ങനെ ആയിരിക്കുമല്ലോ ഓരോ സമയം. കൊറേ ഇങ്ങനെ എടുക്കും, ടൈം എടുക്കും. ഇപ്പത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഇപ്പൊ റൂമിലുള്ള കുട്ടികളെ വെച്ചാൽ ചെറിയ പിള്ളേരാണ്, ചെറുപ്പം 12th കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട്. ചിലവര് അവരൊക്കെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എന്റെ ക്ലാസ്സിലാണെങ്കിലും ക്ലാസ്സിൽ ഫുൾ വെറൈറ്റി ആൾക്കാരെ, കല്യാണം കഴിഞ്ഞവര്, കുട്ടികളൊരു 12th കഴിഞ്ഞവര്, ഡിഗ്രി കഴിഞ്ഞവര്, PG കഴിഞ്ഞവര് ഒക്കെ. നമ്മളെ വൈബ് ആരെങ്കിലും കിട്ടിക്കോ? ക്ലാസ്സിൽ happy birthday. Thank you. Thank you. What's up, bro? അതെ മതി, സുന്ദരയ്ക്ക്. അപ്പൊ ഗൈസ്, ആകെ ടയർഡാണ്. ഓളും ടയർഡാണ്. ഓൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ഞാനും ടയർഡാണ്. പക്ഷെ ഇവര് എന്താ അറിയില്ല, സമയം ഒപ്പിക്കാൻ തോന്നുന്നു. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു കേക്കല്ലേ മുറിക്കുന്നത്? ആർക്കറിയാം. നമ്മളാണ് ബർത്ത്ഡേ ഗേൾസ്. എന്താണ് പിന്നെ പറയാനുള്ളത്? എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്. എനിക്ക് നല്ല എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഒരു ഇൻഫ്ലുവൻസർ നടന്നുപോയി, ബിഗ് ബോസ് ആരാ പറയണ്ട. മാത്തുവിന്റെയും പപ്പിന്റെയും ബർത്ത്ഡേക്ക് ബിഗ് ബോസ് നടിനെ വരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, ഇവരെന്താ ചെയ്യുന്നതെന്നും അറിയൂല. ഇവരെന്തൊക്കെ പോയി ചെയ്യുന്നുണ്ട്. അത് മറ്റേ നോറയല്ല. അങ്ങോട്ട് വരണേ സെലക്ട് നിനക്ക് എന്നോട് എന്നെ കുറിച്ച് 2 വാക്ക് എന്താ പറയാനുള്ളത്? ഒറ്റയടിക്ക് ഒറ്റ വാക്കിൽ നിർത്താൻ മതിയോ? ഒരു വാക്ക് പറ. ചിന്തിക്കേണ്ടി എന്നാ കയ്യില് പറ ഒരു വാക്ക്.
നല്ല കുട്ടിയാണെന്ന് പറയണതൊക്കെ ഉണ്ട്, പക്ഷേ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പറണ്ടി എന്നെ കുറിച്ച് എന്താ ഒരു വാക്ക് പറയാനുള്ളത്? മാത്തു എന്ന് പറഞ്ഞാൽ എനിക്കൊരു പെങ്ങളെ പോലാണ്. ബാക്കിയുള്ള ഒരു പെങ്ങന്മാരല്ല. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അത് ശരിയാ, അത് ശരിയാ. എന്റെ ഒരു പെങ്ങളാണ്. ഇവിടെ ഒരു യൂട്യൂബർ നിൽക്കുന്നുണ്ടായിട്ട് ഇവര് മറ്റൊരു യൂട്യൂബർ എടുത്ത് എന്റെ ബർത്ത്ഡേ ആണ്, എല്ലാരും വിഷ് ചെയ്യണം. പൊടിക്ക് എന്താ പറയാനുള്ളത്? വളരെ നല്ല ജന്മദിനം ആവട്ടെ എന്ന് ഞാൻ. അതല്ല, എന്നെ കുറിച്ച് രണ്ടു വാക്ക് എന്താ പറയാ? വളരെ നല്ല കുട്ടിയാണ്, എന്താ പറയാ, ശാന്തി സ്വരൂപിയാണ്. ശാന്ത സ്വരൂപി അതന്നെ, സെറ്റാണ്. യൂട്യൂബ് ചാനൽ ഉണ്ട്, എല്ലാരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, പൊട്ടിക്കുക. ഓക്കെ, പൊട്ട യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഇവർക്ക് അറിയില്ല. ഞാൻ യൂട്യൂബിലല്ലേ വീഡിയോ ഇടുന്നത്. മനസ്സിലായില്ല. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഫൈനലി ഹണി കേക്ക്സ് ഹലോ ഗൈസ്, നമ്മൾ നെഫ്ലിന്റെ പാർട്ടി കണ്ടിന്യൂ ചെയ്യാൻ വന്നതാണ് ഗൈസ്. ഓപ്പൺ മാടി. കയ്യിലൊന്ന് വീർപ്പിക്ക്. ചൂറടിയായി ഗൈസ്. ഓക്കെ, അല്ല മോനെ, മുട്ടി കത്തിയുടെ അടിപൊളിയായിട്ട് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിരുന്നോ? കത്തിക്കണ്ടേ? അണ്ണന്മാര് നിൽക്കണ്ടല്ലോ അവിടെ. രണ്ട് ക്യാൻറ്റീനും കൂടി മേടിക്കും. ലൈറ്റോടെ വീഡിയോ എടുക്കോ? എല്ലാവർക്കും ആയിട്ട് എല്ലാം വീഡിയോ എടുക്കും. നമ്മളീ സൈഡ് ആരും
ചോപ്പല്ല മറ്റേ രണ്ട് ചോക്ലേറ്റ് മണ്ട. Ready 1 2 3 start. Idea. No bro. Ready 1 2 3 start. Song. Song പിന്നെ ആഡ് ചെയ്താ മതി. നമുക്ക് പാടാം. Happy birthday. പാട്ടിട്ടോക്കിയ പറയാണ്ട് അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഗംഭീരമായിരുന്നു. അതെ, ഞാൻ ഹാപ്പിയാണ്. 22. നമ്മളെല്ലാ പരിപാടികളും ഇനി നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. സന്ദർശനത്തോടെ അറിയില്ല, ഓർക്കൊക്കെ വരുന്നത്. നമ്മൾ ബീച്ചിൽ പോയി കുറച്ച് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ഓരോരുത്തരും അതത് വീട്ടിലേക്കും അടുത്തേക്കും എല്ലാത്തിലേക്കും കയ്യിൽ തന്നിട്ട് വ്ളോഗിങ് നെക്ലേനെ കണ്ടിട്ട് ആ പാട്ട് ഗായ്സ് അങ്ങനെ 22 കഴിഞ്ഞിരിക്കുന്നു. 22 അല്ലേ അപ്പൊ ആയത്? അപ്പൊ 22 അല്ലേ തുടങ്ങുക? ഇവനെ എന്നോട് പറഞ്ഞു എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? യൂത്ത് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇതെന്താ ഇങ്ങനെ? സന്തോഷകരമായ 22nd ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പാത്തുമ്മ കുട്ടി. താങ്ക് യു. എല്ലാരും ഭയങ്കര ടയേർഡാണ്. എല്ലാരും പോകാൻ വേണ്ടി നിൽക്കാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾക്കില്ലേ, നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ടോ? തിന്നിട്ട് കൊള്ളാമായിരുന്നോ? നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കോ. ഇല്ലാന്ന് വർദ്ധിക്കണ്ടെങ്കിൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിക്കോ. വേഗം ചെയ്തു മക്കളെ. ഇതുവരെ പിന്നെ ആദിന്റെ ട്വിന്നിനെ പോലെ അല്ലേ? ആദിനെ പോലെ തന്നെ അല്ലേ? അതിന്റെ ഇവർ രണ്ടാളും അയൽവാസികളാണ് ഗൈസ്. പക്ഷെ ഇവർ രണ്ടാളും ട്വിൻസിനെ പോലെ. സന്തോഷകരമായ മറ്റൊരു വാർത്തയുണ്ട്. 2 സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. പേര് പറഞ്ഞിച്ചു. സബ്സ്ക്രൈബ് ഷാദിൽ. സബ്സ്ക്രൈബ് ഷിബു. ബൈ ഷിബു സബ്സ്ക്രൈബ് ഓൾറെഡി. അല്ല, ഇവന്റെ സാധനമാണ് എല്ലായിടത്തിലും വലുതാക്കി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് ഗേൾസ് ആരുമില്ല, എല്ലാം ബോയ്സ് ആണല്ലോ എന്ന് നോക്കാം. ഒന്നുമില്ല, ഗേൾസിന് വേറെ ആർക്കും എത്തിപ്പെടാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നതിനെ കൊണ്ടാണ് അമ്മക്ക് തന്നെ ഒന്നാമത് നമ്മുടെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വന്നത് തന്നെ. കോഴിക്കോട് തന്നെ നിൽക്കുന്നതിനെ കൊണ്ടാണ് നമുക്ക് വരാൻ വേണ്ടി പറ്റിയത് തന്നെ. അതുകൊണ്ടാണ് ഗേൾസ് ആരും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഗേൾസ് ബാംഗ്ലൂർ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവേണ്ടതാണ്. ഹന്ന എല്ലാവരും ഉണ്ടാവേണ്ടതാണ്. ഇപ്പൊ ഒന്നും ഗേൾസ് ഇല്ലാത്തത്. ബോയ്സിന് മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ബോയ്സിനൊക്കെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും, ഗേൾസിന് എത്തിപ്പെടാൻ വേണ്ടി പറ്റൂല. അത് നൈറ്റ് ആയതുകൊണ്ട്
നിറച്ചു ആൾക്കാരാണ്. എന്താ കാര്യം എന്നറിയില്ല, എന്തോ അടിയോ സംതിങ്. എന്താ ആ അടി കാണാൻ വേണ്ടി പോവാണോ? അങ്ങ് പൊട്ടിച്ചളഞ്ഞു. ഇത് കണ്ടോ? കണ്ടു. ഇതിനിപ്പോ എങ്ങനെ ഊരി വീർപ്പിക്കാനാ? അത് പൈപ്പ് ഉണ്ട്, അവിടെ നേരെ ഊതിക്കോ. കാണിക്ക്. കാണിച്ചിട്ടുണ്ട്. കീറിപ്പോയി എനിക്ക് 2 വയസ്സ്. അറിയോ ഇനി പറയുന്ന ആള് ഇവനല്ലേ മഹാപേശക്. അന്നേരം അന്ന എന്നെ തന്നെയാ പറഞ്ഞത്. ഗൈസ്, നമ്മളിപ്പം പുറത്തേക്ക് പോവാണ്. ഇങ്ങോട്ടേക്കൊന്നുമില്ല, ഏടത്തേക്കെങ്കിലും അങ്ങ് പോവാണ്. ഇവര് പിന്നെ കുറച്ച് ക്യാമറ ഷൈയാണ്. നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? അവിടുത്തെ പ്രത്യേകത വെള്ളയും ഓറഞ്ചും ആണ്. ഒരു ഓട്ടോയിൽ പോയി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ എത്ര രൂപയാണ്? ശരി. നമ്മളിവിടെ സാധാരണ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ നേരെ വന്നത് ബീച്ചിലേക്കാണ്. ഇവിടുന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. എന്തെന്നാ വേണ്ടിയ? മാംഗോ ഉണ്ട്. നമ്മളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നുമില്ല പറയാൻ. അച്ചാർ ലേസൊന്നും തിന്നൂല. ഇപ്പൊ ആദ്യം തിന്നു തുടങ്ങിയതല്ല സാധനം. ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാലൊക്കെ ഫുള്ള് പൂയായി അടങ്ങാറായി. നല്ല കൊഞ്ചുണ്ടാണ്. ഇപ്പൊ വെറുതെ ഇവിടെ പുറത്ത് ഇനി ആദ്യം വന്ന് പോയിട്ടുള്ള വിരാജനം. നമ്മളിപ്പോ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അതെന്റെ വായിട്ടോ. അങ്ങനെ നമ്മൾ ഹഗേ മതിലെത്തിയിരിക്കുന്നു.
ഇവർക്ക് നായനെ കണ്ടിട്ട് പേടിയാവുന്നു. ബർത്ത്ഡേ വ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചിലപ്പോൾ അധികം ആൾക്കാരും കാണാൻ വേണ്ടി ഒന്നും നിൽക്കില്ല. പക്ഷെ എനിക്കിത് പറയണം. എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടെങ്കിൽ എന്താ ഇല്ലേ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് എൻ്റെ ക്യാമറ വെക്കുന്ന സെറ്റപ്പ്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ടാണ് ഞാൻ ഇപ്പോൾ ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്നത്. ഊരേ കണ്ടോ ഒരു കുട്ടികളെ പിടിക്കുന്ന വണ്ടി. അപ്പം ഞാൻ ഇതെന്തിനാ ഇങ്ങനെ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മര്യാദക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അടുത്ത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഗൈസ് ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നത്തിൻ്റെ അവിടെയാണ് വെളിച്ചം. ഓക്കെ ഞാൻ ഫോക്കസ് അല്ലേ ഇപ്പൊ പെട്ടെന്ന് വെളിച്ചം പോയാലോ. അപ്പൊ ഗൈസ് എന്താ പറയാൻ വേണ്ടി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. അത് കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഞാൻ ബാംഗ്ലൂരെത്തി. നാട്ടിൽ നിന്നായിരുന്നു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ബാംഗ്ലൂരെത്തി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് വെച്ച്. പിന്നെ എനിക്ക് എക്സാം ആയതിനെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്താ ഇടാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇപ്പം ഞാൻ ഒരു കൂർമി ഇരിക്കുന്നതാണ് സ്റ്റാൻഡിൽ, കിച്ചണിലത്തെ സ്റ്റാൻഡിൽ. ഇവിടെയാണ് നല്ല വെളിച്ചമുണ്ടാവും. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നാണ് വീഡിയോ എടുത്തിരിക്കും. കോഴിക്കാട്ടത്തിൻ്റെ മണം കേട്ടോ. ഇനി കാണാൻ മുഞ്ചിനായിട്ട് വാങ്ങിയതാണ്, പക്ഷെ കോഴിക്കാട്ടത്തിൻ്റെ മണം. അപ്പോൾ എന്താ പറയുന്നത്, കുറേ പറയാൻ വിചാരിച്ചിരിക്കും. ഞാൻ എല്ലാം പറയുന്ന ഒരു ഡയലോഗില്ലേ ഒക്കെ പറയാൻ വിചാരിച്ചതൊക്കെ മറന്നുപോയി. അപ്പോൾ ഇത് കഴിഞ്ഞതല്ല, ഇപ്പോൾ വന്നത് 22nd ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിലത്തൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ മുന്നിലത്തെ നിന്നല്ല, എനിക്കില്ല അപ്പുറം ആൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനൊരു ചമ്മല്. സാധാരണ ബർത്ത്ഡേ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയല്ല, ഞാൻ അങ്ങനെ എന്താ അടിപൊളിയായിട്ട് നമ്മളൊന്നും അങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നതല്ല. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നതുണ്ട്. പിന്നെ 1ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാനും അത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇനി വാപ്പച്ചി ഉമ്മച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞും ആരൊക്കെ വീട്ടിൽ നാട്ടുകാർ കുടുംബക്കാരെ പോലെയൊക്കെ വിളിച്ചിട്ട് കഴിച്ചതാണ് വലിയ ആഘോഷമെന്നൊക്കെ. എൻ്റെ ഫോട്ടോസ് ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം. ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ 18ാമത്തെ ബർത്ത്ഡേ ഞാൻ എല്ലാവരുമായിട്ട് ആഘോഷിച്ചിരിക്കാനും, എല്ലാവരും മീൻസ് എന്താ നാട്ടിലുള്ള ടൈമിലും, ലാസ്റ്റത്തെ ബർത്ത്ഡേയും 18ാമത്തെ ബർത്ത്ഡേ അത് നാട്ടിലുള്ള ടൈമിലേനും. അപ്പോൾ നാട്ടിൽ എന്ന് പറയുന്നതിനും
ബാംഗ്ലൂർ പോല അങ്ങനെയല്ല കേട്ടോ. നമ്മൾ അധികം എവിടെ ആയിരിക്കും ഉണ്ടാവോ, ഒന്നിട്ട് എക്സാമിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയിരിക്കും, ബർത്ത്ഡേയുടെ ടൈമിൽ, നവംബർ അല്ലേ. അന്നേരം ഞാൻ ബാംഗ്ലൂരേക്ക് വരുന്നതിനെക്കാട്ടി മുന്നിട്ട്, അതായത് ഫസ്റ്റ് ഇയർ ഇവിടെ കയറുന്നതിനെക്കാട്ടി മുന്നിട്ടായിരുന്നു 18ാമത്തെ ബർത്ത്ഡേ ആ നാട്ടിൽ നിന്നും. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എൻ്റെ അടുത്ത് പഴയ ഫോണിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വിചാരിച്ചിട്ട് ഞാൻ തപ്പി നോക്കുന്ന ആ ഫോട്ടോസ് ഇട്ടൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ഇനിയിപ്പോൾ ബാബച്ചിൻ്റെ അടുത്ത് ആരെടുത്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ആടാക്കാം, ഇല്ലെങ്കിൽ ആടാക്കില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ, അതായത് 21st ബർത്ത്ഡേ, 21ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാനും, അത് ഞാൻ ആഘോഷിക്കാനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായിട്ടൊന്നുമല്ല, അത് ഞാൻ വ്ലോഗാക്കിയിട്ട് തന്നെ ഇട്ടിക്കുക. അത് നിങ്ങൾ കാണാത്തവരാരെങ്കിലും കാണാം. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണെന്ന് എനിക്കറിയില്ല, ഗേൾസിനൊക്കെ എല്ലാ ഗേൾസിനും ഉണ്ടെന്ന് എനിക്ക് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ എങ്ങനെയാ വെച്ചാൽ ഒരു നവംബർ ആകാൻ വേണ്ടിയിട്ട് ജനുവരി തൊട്ടേ എണ്ണിക്കുത്തിരിക്കും. ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 11ാമത്തെ മാസമാണ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അല്ലേ ഇതൊന്നുമില്ല. അന്നേരം ഇങ്ങനെ ദിവസം എണ്ണിക്കുത്തിരിക്കാനും, പെരുന്നാളൊക്കെ നമ്മളിങ്ങനെ എണ്ണി ഇരിക്കില്ല, അതുപോലെ പെരുന്നാൾ ഇപ്പം ഞാൻ അങ്ങനെ എണ്ണിയിരിക്കലില്ല, ആദ്യമൊക്കെയും എണ്ണിയിരിക്കല്. അടള്ള കുട്ടീനെ എന്നോട് ഇടക്കൊക്കെ നോക്കിപ്പോന്നു. പിന്നെ പണ്ടൊക്കെ എന്താ അങ്ങനെ എണ്ണി കുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ആഘോഷം നല്ല അങ്ങനെ മുട്ടായി കൊടുക്കാൻ പോയില്ല. അത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുന്നല്ല, നിങ്ങൾ എങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊക്കെ പണ്ട് ഇങ്ങനെ ബർത്ത്ഡേ എന്ന് പറയുന്ന ടൈമിൽ ഈ ഇടക്കിടക്ക് കയറി വരുന്നില്ല. എനിക്ക് എന്താ അറിയില്ല, കുറച്ച് ദിവസമായില്ലേ ഇപ്പം ബ്ലോഗൊന്നും എടുക്കാത്ത, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല. വന്നുകൊണ്ടിരിക്കുന്നത് പറയാം. അപ്പം എന്താ ഞാൻ ഒരു യു പിയിലൊക്കെ പഠിക്കും, എൽ പിന്നും അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും, പക്ഷെ യു പിയിലൊക്കെ പഠിക്കുന്നവരെ കുറച്ചും കൂടി ഒരു ഇതായത് ബർത്ത്ഡേ എന്ന് പറയുന്നത്. അതുവരെ എല്ലാവരും യൂണിഫോം ആയിരിക്കും. ബർത്ത്ഡേ ഉള്ള ടൈമിൽ നമുക്ക് കളർ ഡ്രസ്സ് ഇടാം, ഏതാണെങ്കിലും ഇടാം. എനിക്ക് അധികം ഉമ്മച്ചി ഡ്രസ്സ് ഉമ്മച്ചി മെഷീനിൽ വേണ്ടി അടിച്ചു തരുന്ന ഡ്രസ്സ് അതാണ് ഞാൻ ഇടല്. അന്നേരമൊക്കെ ഇങ്ങനെ നവംബർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടും. തിങ്കൾ, ചൊവ്വ, ബുധൻ. ബുധനാഴ്ചയാണ് നമുക്ക് കളർ ഡ്രസ്സ് ഇടുന്നത്. ബുധനാഴ്ച അവരിലേക്ക് ഒരൊറ്റ പ്രാർത്ഥന. കാരണം അന്നേരം ഒരു വ്യത്യാസമില്ലല്ലോ, ബാക്കിയുള്ള ആൾക്കാർ കളർ നമ്മളും കളറും. ഇനിയിപ്പോൾ ബുധനാഴ്ച ആണെങ്കിൽ തന്നെ ഞാൻ എന്താക്കും, ചൊവ്വാഴ്ച മുട്ടായി കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ കളർ ഡ്രസ്സ് നമ്മൾ കൈ നിൽക്കണമല്ലോ. അങ്ങനെയൊക്കെ കാലം. പിന്നെ എന്നിട്ട് ഒരു ദിവസം ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. 7th പഠിക്കുന്ന ടൈമിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ മുട്ടായി കൊടുക്കാൻ പോകുന്നേരം നമ്മളെ കൂടെ ഒരാൾ വരും. അതായത് എല്ലാ ടീച്ചേഴ്സിനും മുട്ടായി കൊണ്ട് കൊടുക്കണം. ഇങ്ങനെ അന്നേരം നമുക്ക് ക്ലാസ് പീരീഡ് ഫസ്റ്റ് തന്നെ അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറേ ഇവളെ ബർത്ത്ഡേ പറയുമ്പോൾ തന്നെ കുളിര് പോരും. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞു വെക്കും, ഇവള് വരണം, എൻ്റെ കൂടെ ഇന്ന് ഓള് വന്നാൽ മതി, പോലൊരു മിണ്ടാട്ടായിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ മണ്ണത്തര കഥകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു വെക്കും, എടി ഞാനാണേ വരിക എൻ്റെ കൂടി മുട്ടായി കൊണ്ട് കൊടുക്കാൻ പോകുന്നതിന്, കാരണം അവർക്ക് കൂടി അന്നത്തെ ക്ലാസ് ഒഴിവാക്കാമല്ലോ. കഥയിലേക്ക് കടക്കാം. 7th പഠിക്കുമ്പോൾ മാത്സിൻ്റെ ടൈമാണ്. മാത്സിൽ എപ്പോഴും ഹോംവർക്ക് വരിക, എപ്പോഴും ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി തരും, തന്നോട് ഇങ്ങനെ വെക്കും. അപ്പോൾ പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസമൊന്നും ചെയ്യൂല. അന്ന് ഹോംവർക്ക് ചെയ്യാത്ത ആൾക്കാരെ വിളിപ്പിച്ച് ഇങ്ങനെ നിർത്തി ഇമ്പോസിഷനൊക്കെ ചെയ്തണം. അപ്പോൾ ഓൾക്ക് അടിയുണ്ട്, നല്ല ചൂടൽ വരിയുണ്ട്, നല്ല അടിയുണ്ട്, ഓർമ്മയുണ്ട് അത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ നിർത്തി, എഴുതാത്ത ആൾക്കാരെന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചിരുത്തിയല്ല, സൈഡിലേക്ക് വിളിച്ച് നിർത്തി. അതായത് ബെഞ്ചിൽ നിന്ന് മാറി അങ്ങോട്ടേക്ക് നിർത്തിച്ച്. എന്തിനാന്ന് വെച്ചാൽ എനിക്കുണ്ടെങ്കിൽ നോക്കുന്നതിന് ഞാൻ അന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ബാലകൃഷ്ണൻ മാഷേനും അത്. അപ്പോൾ മാഷ് പറഞ്ഞു, ഹിന്ദു അടി നിനക്ക് അടിയില്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ ഇല്ലേ. അപ്പോൾ ഷിഫ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഷിഫനും പിറ്റേന്ന് തലേന്ന് എന്നോട് പറഞ്ഞു വെച്ചത്, എടി ഞാനാണേ വരിക എന്നൊക്കെ പറഞ്ഞു. ഓൾ ഹോംവർക്ക് ചെയ്യാതെ കൊണ്ട് ഓളെ നിർപ്പിച്ചിട്ട്, എന്നിട്ട് വേറെ ഏതോ ഒരാളെയാണ് എന്നോട് പറഞ്ഞു വെച്ചത്. പാവോള് ഞാൻ ഒരാഴ്ച മുന്നേ പ്ലാൻ ചെയ്യുക അന്നോള് എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബർത്ത്ഡേനെ കൊണ്ട് രണ്ടടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ ഒരു കഥകൾ. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയായാലും അന്നത്തെ ദിവസം, ബർത്ത്ഡേൻ്റെ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയായാലും. പിന്നെ ഞാൻ അന്നാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റൂമിൽ നിന്ന് അതിൻ്റെ പിറ്റേന്നായിട്ടാണ് ഞാൻ പിന്നെ തിരിച്ചു വന്നത്. പിന്നെ എൻ്റെ അടുത്തേക്ക് പോയത് 2 ദിവസം ആടെ നിന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോയത്. പിന്നെ എല്ലാവരും നല്ല കുറച്ച് ആൾക്കാർക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ടും ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് കയറാത്ത വേറെ ഒന്നുമല്ല. ഞാൻ ആദ്യം അത്ര വീഡിയോസ് ഇട്ടിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ട് നിൽക്കണം. ഒരു ദിവസം പോലും മുടക്കാൻ വേണ്ടി പറ്റില്ല.
അതായത് ഇപ്പോൾ ഇന്ന് ഒരു ഷോർട്സ് ഇട്ട് എനിക്കിട്ട് പിറ്റേന്ന് ഞാൻ ഒരു ഷോർട്സ് ഇടണം. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഇട്ട് എനിക്കുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ അടുത്ത മാസം എനിക്ക് രണ്ടാമത്തെ ഷോർട്സ് ഇടാം. അതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ എനിക്ക് ഭയങ്കര മടിയാണ്. മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടി എനിക്ക്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ ഇങ്ങനെ വിചാരിക്കണം അല്ലാതെ ഒരു എളുപ്പമാണെന്ന് പറഞ്ഞാൽ നമ്മളിത് പറഞ്ഞിട്ടല്ലോ. അതൊക്കെ ഞാൻ വിചാരിക്കുന്നു ഇവർക്കൊക്കെ വീഡിയോ എടുത്തോന്നു ഓരോ വ്ളോഗേഴ്സിനൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നത് ഭയങ്കര കഷ്ടപ്പാടായിട്ട് എഡിറ്റ് ചെയ്യണം, അതാക്കണം ഇതാക്കണം. എനിക്കാണെങ്കിൽ കുറച്ച് വസ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്കങ്ങ് റെഡി ആവില്ല. പിന്നെ അതിൻ്റെ അടുക്ക് ഫോൺ ഇങ്ങനെ ഹാങ് ആവും, അതൊക്കെ കഴിയും. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ ഇനി എന്താ മടി കൊണ്ട് എനിക്കങ്ങ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് കുഴപ്പം. ഈ മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ഗെയിൻ ആയിക്കോളും. പക്ഷെ ഞാൻ അങ്ങനെ മെനക്കെടുന്നില്ല, അതാണ് കുഴപ്പം. ഇനി മേലെ കണ്ടോ, അത് ഞാൻ വേണ്ടാത്ത തുണികൾ അങ്ങോട്ട് കയറ്റി വെച്ചതാണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് തന്നെ ചടപ്പാവുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചടപ്പാവാണ്ട് നിൽക്കും. അപ്പം വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. കാല് തിരക്കണം. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, വേറെ പണിയൊന്നും ഇല്ലാലും. പണിയുള്ള ആൾക്കാരുണ്ടാവും, എന്നെപ്പോലെ എല്ലാവരും ഉണ്ടാവണമെന്നില്ലാലും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പണ്ടേ പറയുന്നതല്ലേ എല്ലാവരും. വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലേ അതിന് പകരം. അപ്പോൾ ഇതേനും ബർത്ത്ഡേ വ്ലോഗ് എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞു. പിന്നെ ചിലർ ഹെയർ എന്ത് കട്ടാന്ന് ചോദിക്കും. ഹെയർ ലെയറാണ് ഇപ്പം കട്ട് ചെയ്ത് വെച്ചത്. ഇത് ബോട്ടോക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചൂല് പോലെ നിൽക്കുന്നത്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഒറിജിനൽ മുടി ഇപ്പോൾ ഇവിടെ വരെ എത്തിക്കുകയും ഇനി അത് ബാക്കിയും കൂടിയും വളരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് വേണ്ടിച്ചിട്ടുണ്ടെങ്കിലും അത് പറയുക. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്യാം. അതാ പറയാൻ പറ്റും. പക്ഷെ എനിക്ക് മടിയാണ്. അപ്പോൾ